കറുത്ത നിറമുള്ളതുകൊണ്ട് സ്വന്തം നാട്ടിൽ 2.5 കോടി മനുഷ്യർക്ക് ജീവിക്കാൻ അസാധ്യമാണെന്ന അവസ്ഥ ലോകചരിത്രത്തിലെ അതിദാരുണവും ഭീകരവുമായ അധ്യായമാണ്. പ്രകൃതി വാരിക്കോരി വിഭവങ്ങൾ നൽകി അനുഗ്രഹിച്ച ഭൂമി, വൈരഖനികൾ, സ്വർണ്ണഖനികൾ, വിലകൂടിയ ലോകധാതുക്കളുടെ അവസാനിക്കാത്ത നിക്ഷേപങ്ങൾ. എന്നിട്ടും സ്വന്തം നാട്ടിൽ അതിസമ്പത്തിന്റെ മധ്യത്തിൽ അരപ്പട്ടിണിക്കാരായോ മുഴുപട്ടിണിക്കാരായോ കഴിയേണ്ടി വന്ന ആഫ്രിക്കൻ നീഗ്രോവിന്റെ ചരിത്രം. അവർക്ക് സഞ്ചരിക്കാവുന്ന സ്ഥലങ്ങൾ വേർതിരിക്കപ്പെട്ടു. വെളുത്തവർക്ക് മാത്രമാണ് ഒരു സ്ഥലമെന്ന് ഭരണാധികാരികൾ നിശ്ചയിച്ചപ്പോൾ പ്രത്യേകം വേർതിരിച്ച തരിശുനിലങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായി തലമുറകളായി താമസിച്ചു വന്ന സ്ഥലങ്ങൾ വിട്ട് കറുത്തവർക്ക് പോയേ മതിയാവൂ. 6 വെള്ളക്കാർക്ക് വേണ്ടി പേജ് വ്യൂവിൽ 10,044 നീഗ്രോകൾ ക്രൂരമായി നീക്കം ചെയ്തത് 1963-ലാണ്. സ്വന്തം നാട്ടിൽ അധികാരമോ അവകാശമോ സ്വാതന്ത്ര്യമോ ഇല്ലാതെ പോയ ഒരു ജനതയുടെ ഹൃദയത്തിൽ പീഡനങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെ കിരണങ്ങൾ വാർത്തിക്കൊണ്ട് ഒരു തടവ് പുള്ളിയുടെ വാക്കുകളായിരുന്നു റോബൻ ദ്വീപ് എന്ന കുപ്രസിദ്ധ ജയിലിൽ കഴിയുന്ന 466 നമ്പർ തടവുകാരൻ നെൽസൺ മണ്ടേല. കോടതിയുടെ വെളുത്ത മേധാവിത്വത്തിന്റെ സർവാത്മ ശരിവെക്കുന്ന ന്യായാധിപന്മാരോട് മണ്ടേല പറഞ്ഞു, ഞാൻ ആഫ്രിക്കൻ ജനതയുടെ ഈ സമരത്തിന് ജീവിതം സമർപ്പിച്ചതാണ്. ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതിനുവേണ്ടി ജീവിക്കാനുമാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ മരിക്കും. റോബൻ ദ്വീപിലെ 18 വർഷങ്ങളും മറ്റു ജയിലിലെ 9 വർഷങ്ങളും ഈ തടവുകാരൻ്റെ ആത്മചൈതന്യം കിടത്തിയില്ല. 466 നമ്പർ തടവുകാരൻ ലോകത്തിൻ്റെ മനസാക്ഷിയിൽ ഒരു വേദനയായി, രോക്ഷമായി, കുറ്റബോധമായി മാറി. ജയിൽ ഭിത്തികൾക്കും കയ്യാമങ്ങൾക്കും കാൽച്ചെങ്ങലുകൾക്കും നശിപ്പിക്കാനാകാത്ത ഈ ആത്മചൈതന്യം ധാർമ്മിക ശക്തിയും മർദ്ദിതരുടെ ക്രമത്തിൽ അസ്ത്രവീര്യമാകുന്നത് ലോകത്തിന് കാണാൻ കഴിഞ്ഞു. 466 നമ്പർ തടവുകാരൻ വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ കരുത്തു നേടുന്ന ഒരു അത്ഭുതമാണ് ലോകം കണ്ടത്.